അർജന്റീന തോറ്റപ്പോ ഞാനതിലേ മെസ്സി മുങ്ങി ഒട്രാമെൻട്രി ഓടി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതി 1800 കമന്റ് ഉണ്ടായിരുന്നു. 1500 പലരും വിചാരിച്ചു സാർ ഒരു മോട്ടിവേഷൻ ട്രെയിനറായിട്ട് താൻ ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നു, തോൽവിയിൽ ഞങ്ങൾ ആശ്വസിപ്പിക്കണ്ടേ. ഈ സിനിമാ താരങ്ങള് ക്രിക്കറ്റ് കളിക്കാരൊക്കെ അവരെ ലാസ്റ്റ് കളി വെച്ചിട്ട് നമ്മളവരെ വിലയിരുത്തുക അല്ലേ. ഇപ്പൊ മെസ്സി ഇപ്പൊ ഞാന് ബ്രസീലാണ്, ബ്രസീൽ അർജന്റീന ഉണ്ടോ? ഗെറ്റ് ഔട്ട് അർജന്റീനയാണോ? പെനാൾട്ടി കയ്യിലേക്ക് അടിച്ചു കൊടുക്കണ ഒരാള്. എൻ്റെ പൊന്നോ, നിങ്ങൾ ഫേസ്ബുക്കിൽ ഉണ്ടെങ്കിൽ എൻ്റെ അഭിഷാദ് ഗുരുവായൂർ ഞാൻ അങ്ങനെയാണ് അടിച്ചുള്ളത് ഫേസ്ബുക്കിൽ. അപ്പോൾ ഞാൻ വെറുതെ ഒരു പോസ്റ്റ് ഇട്ട് ഞാൻ ഈ അർജന്റീനക്കാരെ കണ്ടുകൂടെ എനിക്ക്. ആ 10ാം ക്ലാസ് അതേപോലെ തോറ്റാലും വരും. ഇന്ന് പുലർച്ചെ 2:30 കാണാവുന്ന കാഴ്ച ഫ്ലക്സ് ഒക്കെ കീറിയിട്ട് അവരവരെ ആ ഫേസ്ബുക്കിൽ കമന്റ് എനിക്ക് പ്രശ്നമില്ല. അർജന്റീനക്ക് ഞാൻ കുറച്ച് കമന്റ് ഇട്ടു. അർജന്റീന തോറ്റപ്പോ എനിക്ക് അർജന്റീനയോട് ഇഷ്ടമുണ്ട്. അർജന്റീന അടിപൊളി ടീമാണ്. മെസ്സി എന്ന് പറഞ്ഞ ഫുട്ബോളിന്റെ വസന്തമാണ്. ഒക്കെ ശരിയാണ്. പക്ഷേ ഞങ്ങൾക്ക് 7up കിട്ടിയപ്പോ കൈയടിച്ചവരാണ് നിങ്ങൾ. അതാണ് നമ്മുടെ മറ്റേ അല്ല, ഞാന് അർജന്റീന തോറ്റപ്പോ ഞാനതിലേ വെറുതെ ഞാനിങ്ങനെ എഴുതിയത് ഇങ്ങനെയാണ്: മെസ്സി മുങ്ങി, ഒട്രാമെൻട്രി ഓടി, മരിയ മരിച്ചു, അക്യൂന കുനിഞ്ഞു, അർജന്റീന ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതി. എൻ്റെ പൊന്നെ, ഇന്നലെ വരെ 1800 കമന്റ് ഉണ്ടായിരുന്നു, 1800 കമന്റ്സ്. അതിൽ 1500 തുള്ളിയാ. അർജന്റീന തോറ്റപ്പോ ഞാനതിലേ വെറുതെ ഞാനിങ്ങനെ എഴുതിയത് ഇങ്ങനെയാണ്: മെസ്സി മുങ്ങി, ഒട്രാമെൻട്രി ഓടി, മരിയ മരിച്ചു, അക്യൂന കുനിഞ്ഞു, അർജന്റീന ചത്തു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എഴുതി. എൻ്റെ പൊന്നെ, ഇന്നലെ വരെ 1800 കമന്റ് ഉണ്ടായിരുന്നു, 1800 കമന്റ്സ്. അതിൽ 1500 തുള്ളിയാ. അതാണ് അർജന്റീന. പക്ഷേ പലരും വിചാരിച്ചു സാർ ഒരു മോട്ടിവേഷൻ ട്രെയിനറായിട്ട് താൻ ഇങ്ങനെയൊക്കെ പറയാൻ പാടുന്നു, തോൽവിയിൽ ഞങ്ങൾ ആശ്വസിപ്പിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇതിന്. ഞാൻ പറയുന്നത് ഇത് ഫുട്ബോളിൽ മാത്രം നമുക്കൊക്കെ വളരെ ഈസി ആയിട്ടൊന്ന് തല്ലൂടാൻ പറ്റുന്ന അല്ലേ. യുദ്ധത്വരയെ മൈതാനത്തിലേക്ക് സന്നിവേശിപ്പിച്ചതാണ് ഈ ഫുട്ബോൾ. നമുക്കൊക്കെ ഒന്ന് ഫൈറ്റ് ചെയ്യണ്ടേ. ഞാൻ ഈ സ്റ്റേജിൽ നിന്നിട്ട് മോട്ടിവേഷൻ മാത്രമായിട്ട് നടക്കണ ആളല്ലല്ലോ. എനിക്കും ഇതൊക്കെ പറയണ്ടേ. അല്ല, ഞങ്ങൾക്ക് അർജന്റീനയെ ഞങ്ങൾക്ക് കിട്ടണം, സെമിയിൽ കിട്ടണം. ഫൈനലില് ജർമ്മനിനെ കിട്ടണം. ഞാൻ പറയുന്നേ, നമ്മൾ ഈ ഫുട്ബോളിലാണ് പരസ്പരം നമുക്കൊന്ന് തല്ലൂടാനും എതിരിടാനും ഒക്കെ പറ്റുന്നത്. അല്ല, ജാതി പറഞ്ഞോ മതം പറഞ്ഞോ രാഷ്ട്രീയം പറഞ്ഞോ എതിരിടുമ്പോൾ അതൊരു സീരിയസ് എതിരിടലാവും. ഫുട്ബോളിൽ അതാ ഫൈനൽ കഴിഞ്ഞാൽ അന്ന് അത് തീരുകയും ചെയ്യും. അത്രയേ ഉള്ളൂ. അതിൻ്റെ പിറ്റേ ദിവസം മുതൽ നമ്മൾ വീണ്ടും മോട്ടിവേഷൻ ട്രെയിനറാകും.